അപ്പോൾ ഭഗവാന്റെ പേരാണ് ക്ഷേത്രജ്ഞൻ എന്നുള്ളത് ഇവിടെ വ്യക്തമാവുകയാണ് ഉണ്ടായത്. ക്ഷേത്രത്തെ അറിയുന്നവൻ. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ ശരീരം തന്നെയാണ്. നമ്മുടെ ഈ ശരീരത്തെ, ഈ എന്താണ് 5 തരത്തിലുള്ള കർമ്മേന്ദ്രിയങ്ങള്, 5 തരത്തിലുള്ള ജ്ഞാനേന്ദ്രിയങ്ങള്, ബുദ്ധി, മനസ്സ്, അഹങ്കാരം, ഇതിനെ പറ്റിയിട്ടൊക്കെ നന്നായി അറിയുന്ന ആ ചൈതന്യത്തെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. ആ ക്ഷേത്രജ്ഞൻ പരബ്രഹ്മസ്വരൂപിയായിട്ട് പറയുന്നുണ്ട്. ആ പരബ്രഹ്മസ്വരൂപി തന്നെയാണ് ശ്രീകൃഷ്ണനായിട്ട്, നാരായണനായിട്ട്, ഭഗവാൻ മഹാവിഷ്ണുവായിട്ട് പറയുന്നത്. അതാണ് ക്ഷേത്രജ്ഞ. ഈ ക്ഷേത്രത്തെ അറിയുന്നവൻ. എന്ന് പറഞ്ഞാൽ ജാനാതി, അറിയുന്നവൻ എന്നുള്ള ആ വാക്കിൽ നിന്നുണ്ടാകുന്ന അറിയുന്നവൻ എന്നുള്ള അർത്ഥത്തെ തരുന്ന പദമാണ്, അക്ഷരമാണ്. ആ ക്ഷേത്രത്തെ, ക്ഷേത്രം ജാനാതി ഇതി ക്ഷേത്രജ്ഞ, ക്ഷേത്രത്തെ അറിയുന്നവൻ. അതുപോലെ ആത്മാ. ആത്മാവെന്ന് പറഞ്ഞാൽ വ്യാപനശീലമുള്ളവനാണ്. ആത്മാവിന് നാശമില്ല, എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നതാണ്. ശരീരത്തിന് മാത്രമേ നാശമുള്ളൂ, ആത്മാവിന് നാശമില്ല. വ്യാപനശീലമുള്ളവൻ, വ്യാപകൻ എന്നൊക്കെ അർത്ഥം. അതുപോലെ പുരുഷ. പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരിശേതേ ഇതി പുരുഷ, പുരുഷ എന്ന് പറയുന്നുണ്ട്. പുരം എന്ന് പറഞ്ഞാൽ പുരം നാമ അസ്മത് ശരീരം, നമ്മുടെ ശരീരത്തിനെ തന്നെയാണ് പുരം എന്ന് പറയുന്നത്. ആ പുരത്തിൽ ശയിക്കുന്നവൻ പുരുഷൻ. അതുകൊണ്ട് അവിടെ ആണ് പെണ്ണെന്നൊന്നും അർത്ഥമില്ല. അത് പിന്നീടാണ് നമ്മൾ പുരുഷ ഇതി പുമാൻ എന്നുള്ള അർത്ഥത്തിൽ, ആണ് എന്നുള്ള അർത്ഥത്തിൽ, സ്ത്രീയല്ല പുരുഷനാണെന്നുള്ള അർത്ഥത്തിൽ പിന്നെ വന്നത്. ശരിക്കും പുരുഷ എന്നുള്ളതിന് ആ അർത്ഥമൊന്നുമില്ല, ആത്മാവ് എന്നുള്ള അർത്ഥം തന്നെയുള്ളൂ. അതാണ് പുരുഷ. അന്ധക്കരണത്തിൽ, ഉള്ളിൻ്റെ ഉള്ളിൽ ചൈതന്യ രൂപത്തോടുകൂടി വസിക്കുന്നവൻ. പുരാണ. പുരാണൻ എന്ന് പറഞ്ഞാലോ പണ്ടുള്ളത്. നമ്മൾ പറയില്ലേ പുരാണങ്ങൾ, 18 പുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പുരാണം, പുരാതനം, എത്രയോ പണ്ടുണ്ടായതാണ് പുരാണം. പുരാണ പുരുഷനാണ് ഭഗവാൻ. അപ്പോൾ പണ്ടുണ്ടായിരുന്നതാണെന്നുള്ള, ആ മുമ്പുണ്ടായിരുന്നത് എന്തിനെങ്കിലും നമ്മളിപ്പോൾ അതിനെ കണക്കാക്കുമോ? 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഒരു വസ്ത്രം അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പത്തെ ഒരു ഉടുപ്പിടാൻ നമുക്ക് താല്പര്യമുണ്ടോ? ആ ഫാഷനൊക്കെ പോയി, ഇപ്പം അങ്ങനത്തെ സാരിയൊന്നും കിട്ടാനില്ല. നമ്മൾ പറയില്ല, ഒരു കാറ് വാങ്ങിയാൽ തന്നെ 2-3 കൊല്ലം കഴിഞ്ഞാൽ അതിൻ്റെ സ്പെയർ പാർട്സ് ഒന്നും കിട്ടാനില്ല, ഇനി നിങ്ങൾ വേറെ വണ്ടി വാങ്ങിക്കോളേൻ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഇത്ര പുരാണനായിട്ടുള്ള ഒരാളെ നമ്മളെങ്ങനെ അംഗീകരിക്കുന്നത്? പുരാണനൊന്നുമല്ല, സനാതന പദമാണ് അതിന് ഉദ്ദേശിക്കുന്നത്. എന്താ സനാതനം എന്ന് പറഞ്ഞാൽ? ഇന്നത്തെ കാലത്ത് സനാതനം എന്ന് പറഞ്ഞ വാക്കിനൊക്കെ എന്തൊക്കെയോ വളരെ ബുദ്ധിമുട്ടി അർത്ഥം വ്യാഖ്യാനിക്കേണ്ട പദമാക്കി മാറ്റിയിരിക്കുന്നു സനാതന പദത്തിന്. സനാതന ധർമ്മം എന്നൊന്നും കേൾക്കാൻ തന്നെ പാടില്ല. എന്താ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല. ഇവിടെ ചിരകാലമായിട്ട് നിലനിൽക്കുന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില ധർമ്മങ്ങളില്ലേ, അതന്നെ ഉള്ളൂ. അതിനെയാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അതല്ലാതെ ഈ വേറെ സദാചാരധർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ആയുധമായിട്ട് പലരുടെ വാക്കുകളിലൂടെയും ഈ സനാതന ധർമ്മത്തിനെ പറ്റി നമ്മൾ കേൾക്കാറുണ്ട്. സനാതന ധർമ്മം എന്ന് പറയുമ്പോഴേക്കും നെറ്റി ചുളിക്കുന്നവരുണ്ട്. അതിനെക്കൊണ്ട് യാതൊരു ഉപദ്രവവും ഇല്ലാത്തൊരു സാധനമാണ് സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ. ഈ നമ്മുടെ സംസ്കാരം നിലനിൽക്കുന്നത് ആ സനാതന ധർമ്മത്തിലാണ്. അത് വേണ്ടാന്ന് വെക്കാനൊന്നും പറ്റില്ല. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രയോ കാലമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതാണ്, അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ വെള്ളം ഉപയോഗിച്ചു കൊണ്ടുള്ള ശുദ്ധീകരണങ്ങൾ നമുക്കില്ലേ? നമ്മൾ പല്ല് തേക്കുമ്പോഴും കുളിക്കുമ്പോഴും ശൗചാദി കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴും എന്താ ഉപയോഗിക്കണേ? വെള്ളം വേണ്ടാത്ത ആൾക്കാരുണ്ട് ഇല്ലേ? ഉണ്ട്. പുറമെ പോയാൽ, നമ്മുടെ നാട്ടിലല്ല, ഇംഗ്ലീഷുകാർക്കൊക്കെ പോയാൽ അവർക്ക് കുളിക്കണ്ട, ശൗചാദി കർമ്മങ്ങൾക്കും വെള്ളം വേണ്ട. അതൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിൽ വെള്ളം സുലഭമാണ്, മാത്രമല്ല തണുപ്പൊന്നുമില്ല, നമുക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണമുള്ള രീതിയിലാണ് അത് കിട്ടുന്നത്. ആ രീതിയിൽ നമ്മൾ ഇവിടെ എന്തെല്ലാം വ്യവസ്ഥകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ, നമ്മുടെ നല്ല ജീവിതത്തിനുള്ള എന്തെല്ലാം വ്യവസ്ഥകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ, അതിനെയാണ് നമ്മൾ പറയുന്നത് സനാതന ധർമ്മം എന്ന്. ഇത് കാലം കുറേയായി ഇവിടെ നിലനിൽക്കാൻ തുടങ്ങിയിട്ട്. ഏറ്റവും ആധികാരികമായിട്ടുള്ള സംസ്കാരങ്ങളുള്ള 3-4 രാജ്യങ്ങളിൽ ഒന്നാണ് ഭാരതം. അഹങ്കാരത്തോടു കൂടി പറയൂ, അതാണ് ഭാരതത്തിൻ്റെ സനാതന ധർമ്മം.
ഇത്രയും പഴക്കമുള്ള സംസ്കാരമുള്ള മറ്റൊരു രാജ്യമാണ് ഗ്രീക്ക്. ഇങ്ങനെ വളരെ കുറച്ചേ ഉള്ളൂ. അതായത് ഇംഗ്ലീഷുകാരൊക്കെ മിണ്ടണമെന്ന് ആലോചിക്കുന്ന കാലത്ത് നമ്മളിവിടെ എഴുതി തുടങ്ങി, വേദങ്ങൾ പഠിച്ചു തുടങ്ങി, അടുത്തൊരു തലമുറയ്ക്ക് വേദങ്ങൾ പകർന്നു കൊടുത്തു തുടങ്ങി. അത്രയ്ക്ക് പഴക്കമുണ്ട് ഇവിടുത്തെ സംസ്കാരത്തിന്. എന്നിട്ടും നമ്മൾ ഇതിനെയൊക്കെ മോശമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ഒരു ആഴ്ച നിങ്ങളെ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് നേപ്പാളിലൊന്ന് പോകാനൊരു അവസരം കിട്ടി. അവിടെ വേൾഡ് സാൻസ്ക്രിറ്റ് കോൺഫറൻസ് നടന്നപ്പോൾ അവിടെ ഒന്ന് പോകാൻ പറ്റി. ഈ ഭാരതത്തിൻ്റെ ഏതാണ്ട് തുല്യ സംസ്കാരമുള്ള സ്വഭാവമുള്ളൊരു പ്രദേശമാണ് കേട്ടോ. നേപ്പാൾ കണ്ടാൽ നമുക്ക് ഒരു ഡൽഹി പോലെയൊക്കെ തോന്നുള്ളൂ. അവിടുത്തെ ജനങ്ങളുടെ സ്വഭാവം വളരെ നല്ലതാണ്, അത് പറയാതെ വയ്യ. കേരളീയരായിട്ടുള്ള ജനങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ ആദ്യം പറഞ്ഞ പോലെ മനസ്സിൻ്റെ സകല വികൃതികളും ഏറ്റുവാങ്ങി നടക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും തന്നെ. അതിന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ചില അവസ്ഥകൾ വരെ ഞാൻ കണ്ടു. അതായത് നേപ്പാളിലെ ബുദ്ധൻ്റെയും അതുപോലെ തന്നെ ആ ഹിമവാന്റെയൊക്കെ സാന്നിധ്യം കൊണ്ടാണ് തോന്നുന്നു അഹങ്കാരമൊക്കെ വളരെ കുറവാണ്. തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റുണ്ട്. അതൊരു ചങ്കൂറ്റാണ്. ഞാൻ ചെയ്തത് തെറ്റായി. അത് കണ്ട ആൾക്കാർ, ഞാൻ എന്ന് വെച്ചാൽ ഞങ്ങൾ വണ്ടിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനുണ്ടായിരുന്നില്ല, ഭർത്താവും കുട്ടികളും കൂടിയിട്ട് ഞങ്ങളുടെ കോൺഫറൻസ് നടക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. അവിടേക്ക് ഞങ്ങളെ ആദ്യമേ പാക്ക് ചെയ്തു എന്ന് വെച്ചാൽ ഞങ്ങൾക്കിത് നടത്താനുള്ള ആൾക്കാരെ, ഞങ്ങൾക്ക് പേപ്പർ പ്രസൻറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം പോയി. ഇവർക്ക് ആ വണ്ടിയിൽ സ്ഥലം കിട്ടിയില്ല. ഇവർ പിന്നീട് വേറൊരു വണ്ടിയിൽ വന്നപ്പോൾ ഒരു വളവ് തിരിഞ്ഞ കുന്നും കയറ്റമൊക്കെയാണ്. നിരന്ന ഭൂമിയൊക്കെ നേപ്പാളിൽ കുറവാണ്. അവിടെ എത്തിയപ്പോൾ ഒരു ബൈക്കുകാരൻ വളരെ വേഗത്തിൽ ഇങ്ങോട്ട് വന്ന് ഈ വണ്ടിയുടെ മേലെ ഇടിച്ചില്ല എന്നുള്ള രീതിയിൽ അവിടെ നിന്നു. ഉടനെ തന്നെ നമ്മുടെ നാട്ടിലാണെന്ന് വെച്ചാൽ എന്താ സംഭവിക്കുക? രണ്ടും കൂടി ഒരയും, നമ്മൾ പറഞ്ഞ പോലെ തീയാണ് പിന്നെ കത്തുക, അല്ലേ? ആരും തെറ്റ് സമ്മതിക്കില്ലല്ലോ. ഈ വണ്ടിക്കാരൻ്റെ കയ്യിലും തെറ്റില്ല, ബൈക്കുകാരൻ്റെ കയ്യിലും തെറ്റില്ല. പിന്നെ കാണാൻ നിന്ന ആർക്കും ആണ് തെറ്റ് എന്നാണ് നമുക്ക് തോന്നിപ്പോകുന്ന വിധത്തിലായി പോകും. അതിലിടപെടാൻ പോയാൽ ആ ആൾക്കും കിട്ടുമല്ലോ. അങ്ങനത്തെ അവസ്ഥയാണ് ഇവിടെ. പക്ഷേ നേപ്പാളിലുണ്ടായ ഒരു ഏറ്റവും വലിയ കാര്യം, ആ ബൈക്കുകാരൻ ഓടി ഇറങ്ങി വന്ന് മാപ്പ് തരണം എന്ന് ഈ വണ്ടിയിലെ ഡ്രൈവറോട് പറഞ്ഞു അത്രേ. അത് കണ്ട് പുളകിതരായിട്ടാണ് ഇദ്ദേഹവും കുട്ടികളും എൻ്റെ കോളേജിലേക്ക് വന്നത്. എന്നിട്ട് പറയാണ്, എവിടെയും കാണാത്തൊരു കാഴ്ച ഞാൻ കണ്ടു എന്ന്. സന്തോഷം നമുക്കെല്ലാവർക്കും. അത് നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. അതാണ് ഈ പറഞ്ഞ ഈ ബുദ്ധിയെ നിയന്ത്രിക്കാൻ പറ്റുക, മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുക. തെറ്റ് വന്നാൽ ആയിക്കോട്ടെ, മനുഷ്യനല്ലേ, തെറ്റില്ലാണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. തെറ്റിനെ തെറ്റാണെന്ന് മനസ്സിലാക്കി തിരുത്തുക, അതിനുള്ളൊരു ആർജവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ ഒരു കൈകൊണ്ട് നേപ്പാളുകാർ ഒന്നും നമുക്ക് തരില്ല. നമ്മൾ നേദിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏറ്റവും പൂജ്യന്മാരായിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോഴല്ലേ രണ്ട് കൈ കൊണ്ട് നമ്മളിങ്ങനെ കൊടുക്കും. അവിടെ അവരാരും ഒന്നും തരില്ല ഒരു കൈ കൊണ്ട്. അവർ ഇങ്ങനെ, ശരിക്കും ഞാനത് നേദിക്കുമ്പോഴാണ് ഇങ്ങനെ ഈ രണ്ട് കൈ ഉപയോഗിക്കില്ലെങ്കിലും ഈ കൈയിൻ്റെ സാന്നിധ്യം ഇവിടെ നമ്മൾ കൊടുക്കും. എന്നിട്ടാണ് ഈ പ്രാണാഹുതിയൊക്കെ കഴിക്കുന്നത്. അതുപോലെയാണ് ഒരു താക്കോലായാലും ഒരു പേനയായാലും അവരങ്ങനെ തരും. എപ്പോൾ കണ്ടാലും അവർ നമസ്തേ എന്നും അല്ലെങ്കിൽ ആ നേരങ്ങളിൽ ഗുഡ് മോർണിംഗോ ഗുഡ് ഈവനിങ്ങോ ഗുഡ് ആഫ്റ്റർനൂണോ എന്താ പറയാമെന്ന് വെച്ചാൽ അവരധികവും സംസ്കൃതം. അവിടുത്തെ ഭാഷയാണ് സംസ്കൃതം കേട്ടോ. അവിടുത്തെ നേപ്പാളിലെ രാഷ്ട്രഭാഷയാണ് സംസ്കൃതം. അവിടെ പല ദിക്കിലും സംസ്കൃതമൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ എത്ര കൊത്തുപണികളാണ്. ഞാൻ പറഞ്ഞു വന്നത് അവിടേക്കായിരുന്നു. ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ഒരു കാലത്ത് ഈ നേപ്പാളം, ബംഗാളം എന്നൊക്കെ പറഞ്ഞ ബംഗാളം ഇതൊക്കെ നമ്മുടെ ഭാഗമായിരുന്നു. പിന്നെയാണത് ബംഗാളിപ്പോഴും ഉണ്ട്, പക്ഷെ അത് മുറിഞ്ഞ് രണ്ട് ബംഗാളങ്ങളായാലും. ഒന്ന് വെസ്റ്റ് ബംഗാൾ നമുക്കും ഈസ്റ്റ് ബംഗാൾ ബംഗ്ലാദേശുമായിട്ട് പോയി. അങ്ങനെ കുറേ ഭാഗങ്ങളൊക്കെ നടന്നുവല്ലോ അതിൻ്റെ ഇടയ്ക്ക്. അതുപോലെ അതിനെ പാകിസ്ഥാനായിട്ട് പോയി, നേപ്പാൾ വേറെ രാജ്യമായി. എങ്കിലും നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാരതീയമായിട്ടുള്ള പല കൊത്തുപണികൾ, മരപ്പണികളാണ് ധാരാളം. എല്ലാ കെട്ടിടങ്ങളും പഴയ കാലത്ത് 1000-1500 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങൾ മുഴുവനും മരത്തിൽ കൊത്തി ഉണ്ടാക്കിയൊക്കെയാണ്. എത്ര ഭംഗിയായിട്ട് ഇങ്ങനെ ചെറിയ ഇങ്ങനെ കൊത്തുപണികൾ, ഉളി വീഴുന്നത് എങ്ങനെ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് അവർ തച്ചന്മാർ വീഴ്ത്തിയിരിക്കുന്നു എന്നുള്ളത് കണ്ടാൽ, അതിൻ്റെ അകത്തെ തേവരെ കണ്ടാൽ ചിലപ്പോൾ നമുക്ക് അത്ര ബഹുമാനമൊന്നും തോന്നില്ല. അവരുടെ ആരാധന രീതിയൊക്കെ വ്യത്യാസമാണ്. നമ്മുടെ അമ്പലങ്ങൾ പോലെയൊന്നുമല്ല, വെറുതെ ഒരു കടയിട്ടിരിക്കുന്ന പോലെയൊക്കെ തോന്നിപ്പോവും. വെറുതെ ഒരു തിണ്ട്, അതിൻ്റെ അപ്പുറത്തെ പശുപതിനാഥനായാലും മറ്റേത് നാഥനായാലും അത്രയേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ദൈവികത തോന്നുന്ന മറ്റെന്തെല്ലാം കാര്യങ്ങൾ ഓരോ ക്ഷേത്രങ്ങളിലുണ്ടെന്നറിയും. എത്ര ഭംഗിയായിട്ടാണ് അത് അവരും ആ മരങ്ങളൊക്കെ ഇപ്പോഴും താങ്ങൊക്കെ നിർത്തി കൊണ്ടു നടക്കുകയാണ്. നമ്മുടെ സംസ്കാരമാണത്. അതിനെ മോശമാക്കി കാണാൻ നമ്മൾ അനുവദിച്ചുകൂടാ. നമ്മളുടെ കുടുംബത്തെ ആൾക്കാരെ മോശമാക്കുന്നത് നമ്മൾ തന്നെ തുടങ്ങിയാലോ?
അതാണല്ലോ നമുക്ക് വന്ന ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ട് ഈ ഏറ്റവും പഴക്കമുള്ള സംസ്കാരമുള്ള ഈ ഭാരതത്തിൽ നമ്മൾ എന്നേ ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങി. ആ ധർമ്മമാണ്, അതിനെയാണ് സനാതനധർമ്മം. അവിടേക്കാണ് നമ്മൾ വരേണ്ടത്. സനാതനധർമ്മം എന്ന് പറയുന്നത് ഇത് നിലനിൽക്കുന്നുണ്ട് ഇവിടെ എപ്പോഴും. സനാതന പദത്തിന് അതാണ് എത്രയോ കാലം മുമ്പുള്ളതും ഇപ്പോഴും നിലനിൽക്കുന്നതുമായിട്ടുള്ള ധർമ്മം. അതിനെയാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. ഭഗവാൻ എന്ന് പറയുന്നത് അതാണ്. ഇപ്പോഴുള്ള ആൾക്കാരും പറയുന്നു, ഇതിനു മുമ്പുള്ളവർ പറയുന്നു, ഇനി വരാൻ പോകുന്നവരും പറയുന്നുണ്ട്. അപ്പോൾ പുരാണൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ പഴഞ്ചനാണ്, പഴയ കാലത്തുള്ള ഒരു സാധനമാണ്, ഒരു വസ്തുവാണ് എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. ഇന്നും നമ്മളിലൊക്കെ വിളങ്ങി നമ്മളായി കൊണ്ടു നടക്കുന്നതായിട്ടുള്ള ചൈതന്യമാണ് സനാതനൻ. അതുകൊണ്ടാണ് ഭഗവാൻ ആ പേര് തന്നെ വന്നത്, സനാതനൻ. അതുപോലെ സാക്ഷാത് സ്വയം ജ്യോതിരജ പരേശ, സാക്ഷാത് സ്വയം ജ്യോതി. നമുക്ക് വേണമെന്ന് വിചാരിച്ച് നമ്മൾ കണ്ണു തുറന്ന് നോക്കിക്കോളൂ. സാക്ഷാത്തായിട്ട്, സാക്ഷാത്ത് എന്ന് പറഞ്ഞാൽ കണ്ണുകൾക്ക് മുമ്പിൽ, അക്ഷിക്ക് മുമ്പിൽ അത് പ്രകാശമായിട്ട് അനുഭവവേദ്യമാകും. സ്വയം ജ്യോതി അജഹ. അജഹ എന്ന് പറഞ്ഞാൽ ഇതന്നെയാണ്. അജോ നിത്യ ശാശ്വതോയം പുരാണ് നഹന്യതേ ഹന്യമാനേ ശരീരേ. ഭഗവത്ഗീതയിൽ പറയുന്നതാണ്. അജനാണ്, നിത്യനാണ്, ശാശ്വതനാണ്, പുരാണനാണ്. ഈ വാക്ക് അവിടെയും പറയുന്നുണ്ട്. ഹന്യമാനേ ശരീരേ, നശിച്ചു പോകുന്നതായിട്ടുള്ള ഈ ശരീരത്തില് നശിക്കാത്തതായിട്ടുള്ള ചൈതന്യമായിട്ട് ആരാണോ വസിക്കുന്നത്, ആ പുമാൻ, ആ തത്വം, അതാണ് നാരായണോ ഭഗവാൻ വാസുദേവ. നാരായണൻ വാസുദേവൻ. നാരായണൻ എന്ന് പറഞ്ഞാല് നാരം എന്ന് പറഞ്ഞാൽ കാരണജലം എന്നൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ ജീവസമൂഹം എന്നുമൊക്കെ അർത്ഥമുണ്ട് അത്രേ. ആ നാരങ്ങളിലൂടെ, ജീവസമൂഹങ്ങളിലൂടെ അയനം നടത്തുന്നവൻ. അയനം യാത്ര. ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ പറയുന്നു. നമ്മൾ ഭഗവാനെ ആരാധിച്ചുകൊണ്ട് ഉള്ളിൽ തട്ടി എന്തെല്ലാം പറയുന്നു, അത് ഭഗവാന്റെ യാത്രയാണ്. ഇനി വരുന്നവരെത്രയൊക്കെ പറയുന്നു, ഇനി വരാൻ പോകുന്നവരും കാലങ്ങൾക്ക് ശേഷവും ഇതിവിടെ പാടി പുകഴ്ത്തപ്പെടും. അതുകൊണ്ട് ജീവസമൂഹങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ആ തത്വത്തിനെ നാരായണൻ എന്ന് വിളിക്കും. എല്ലാ ജീവജാലങ്ങളും ആരിലാണോ വസിക്കുന്നത്, അതുകൊണ്ട് ഭഗവാനെ വാസുദേവൻ എന്ന് വിളിക്കുന്നു. ഇനി സ്വമായയാ ആത്മന്യവധീയമാനഃ, സ്വന്തം മായ കൊണ്ട് ആത്മാവിൽ തന്നെ മറഞ്ഞ് ഒളിഞ്ഞിരിക്കുന്നവൻ. അതായത് നമ്മൾ പറയൂലോ, കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ. അതെന്താ അങ്ങനെ പറയണേ? ആവശ്യമാണ് അവിടെ പ്രധാനമായിട്ട് നിൽക്കുന്നത്. ആവശ്യമില്ലാണ്ട് കൊടുത്തിടങ്ങിക്കോളൂ, ഒരു വില ഉണ്ടാവില്ല. ഇതിവിടെ അതാണ് നമ്മൾ കോളേജുകളിലൊക്കെ പറയും, കോഴ്സുകൾ നടത്തുമ്പോൾ ചെറിയൊരു ഫീസ് വെക്കണം. എന്തിനാ? ആ ഫീസ് കൊണ്ടൊന്നും വേണ്ടി വരില്ല കോളേജ് നടത്താൻ, പക്ഷെ വില ഉണ്ടാവണം, ആവശ്യം ഉണ്ടാവണം. അപ്പോൾ ഞാൻ ഇത്ര ഉറുപ്പ്യ കൊടുത്തിട്ടാണ് ഒരു കോഴ്സ് ചെയ്യുന്നത് എന്ന് തോന്നിയാൽ അതിനോട് കുറച്ചുകൂടി, ഇതൊക്കെ മനസ്സാണ് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ പഠിക്കുന്നവരുണ്ടാവാം, പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ആവശ്യമാണെന്ന് അറിയണമെങ്കിൽ നിസ്സാരമാണെങ്കിലും ചെറിയൊരു ഫീസ് അവിടെ വെക്കണം. അതാണ് അവൻ്റെ ആവശ്യം. അതുപോലെ ആവശ്യക്കാരെ ചെല്ലൂ, അവരുടെ മുമ്പിൽ മായയൊക്കെ മാറ്റി കാണിച്ചു തരും, പക്ഷെ മറഞ്ഞേ ഇരിക്കൂ. ആ യഥാർത്ഥത്തിലുള്ള തത്വം നമ്മളെപ്പോഴും പറയും. ഈ മാങ്ങ ഉണ്ടാവുമ്പോൾ, കായ്ഫലങ്ങൾ ഉണ്ടാവുമ്പോൾ അതെങ്ങനെ ഇരിക്കൂ? മറവുണ്ടാവും. മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ ഒരു ഇല ഇങ്ങനെ നിൽക്കും. ആ ഒരു കാമറവുണ്ടാവണം. എല്ലാ കാര്യത്തിനും ഒരു കാമറവുണ്ടാവണം എന്ന് പറയും. കാമറവ് എന്ന് വെച്ചാൽ ഒരു കാൽമറവ് എന്നാണ്. എല്ലാം അങ്ങോട്ട് പ്രത്യക്ഷമായിട്ട് എല്ലാവരുടെയും മുമ്പിൽ അറിയിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാത്തിനും ഒരു തട വേണം, ഒരു മറ വേണം. ഏതുപോലെ? കായ്മറവിലുണ്ടാവുന്ന പോലെ. അപ്പോൾ വാഴക്കൊലയാകുമ്പോഴോ അതിൻ്റെ മീതെ അതിൻ്റെ കുറേ സാധനങ്ങൾ ഉണ്ടാവും, പോളകൾ, ഇല, ഇതൊക്കെ വന്നിട്ട് ഇങ്ങനെ മറഞ്ഞാൽ നിൽക്കുക. ഒരു ഫലവും അങ്ങനെ ഫലമായിട്ട് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കാണില്ല, അതിനെന്തെങ്കിലുമൊക്കെ ചില മറകളുണ്ടാവും. അതുപോലെ ഭഗവാനും ഭഗവത് തത്വവും ഒരു മറവിലായിരിക്കുന്നത്. വേണ്ടവർ ചൊല്ലൂ, പാത്രമറിഞ്ഞ് ദാനം ചെയ്യാവൂ എന്നുള്ള ആ ഒരു ചൊല്ലു പോലെ തന്നെ നമ്മളൊക്കെ സത്പാത്രങ്ങളാവണം. ഭഗവത് തത്വങ്ങൾ തിരിച്ചറിയാനുള്ള, മനസ്സിലാക്കാനുള്ള ഒരു നല്ല പാത്രമായി തീരാൻ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? തേച്ച് മെഴുക്ക് തന്നെ. അതിനായിട്ട് ഈ ഓട്ടുപാത്രങ്ങളൊക്കെ എപ്പോഴാണ് തെളിഞ്ഞിരിക്കുക? അല്ലെങ്കിൽ നമ്മുടെ പാത്രങ്ങളൊക്കെ 10 പാത്രം നമ്മൾ എടുക്കും, 10 എണ്ണം കൂടുതലുണ്ടെങ്കിൽ വീട്ടിൽ അലമാരയിലിരിക്കും. ആ പാത്രം എടുത്ത് എന്തെങ്കിലും ഒരു വിരുന്നുകാരൻ വരുമ്പോൾ നമുക്ക് എത്ര നേരം ഒന്ന് കഴുകിയാലും അതിനെ നല്ലൊരു നിറത്തിലേക്ക് എത്തിക്കാൻ പറ്റുക? അതിനേക്കാളും നിറം ഉണ്ടാവും നമ്മൾ എന്നും ഉപയോഗിക്കുന്ന കിണ്ണങ്ങൾക്കും പാത്രങ്ങൾക്കും. അതെന്താ?
ഉപയോഗിച്ച് ക്ലീനാക്കിക്കൊണ്ടിരിക്കുക തന്നെ. അപ്പം ഏതൊരു വസ്തുവായാലും ഉപയോഗിച്ച് തെളിയിക്കണം. അതാണ് മനസ്സ്, ബുദ്ധി കൊണ്ട് തേച്ചരച്ച് അതിനെ തെളിയിച്ച് ഭഗവത് സാന്നിധ്യം അവിടെ ഉണ്ടാക്കിയെടുക്കണം. ഭഗവാനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. അതാണ് ക്ഷേത്രജ്ഞനായിട്ടും പുരാണനായിട്ടും സനാതനനായിട്ടും നാരായണൻ, വാസുദേവൻ, ആ പേരുകളാണ് നമുക്ക് എളുപ്പം ഓർക്കാൻ. അതാണ് നമ്മൾ ഭഗവത് ചൈതന്യമായിട്ട് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തേജസ്സിനെ നാരായണനായിട്ടും അതുപോലെ വാസുദേവനായിട്ടും ഒക്കെ തിരിച്ചറിയൂ. ഹേ രഘുഗണ, നമ്മളെ രഘുഗണനെയൊക്കെ മറന്നുപോയി തുടങ്ങി. നമ്മൾ രഘുഗണന്റെ സ്ഥാനത്ത് ആരെ പ്രതിഷ്ഠിച്ചു? നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ചു, അല്ലേ? നമ്മൾ തന്നെയാണ് ഇവിടെ രഘുഗണനായിട്ട് നിലനിൽക്കുന്നത്. നമുക്ക് ആ തിരിച്ചറിവില്ലാത്തത്. ആ നമ്മളോടാണ് ജഡഭരതൻ യോഗീശ്വരനായിട്ട് ഭഗവാൻ പറഞ്ഞു തരുന്നത്. എന്നിട്ട് പറയാണ്, നമുക്കതൊന്നുകൂടി ചൊല്ലാം, എന്നിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. ക്ഷേത്രജ്ഞാത്മാ പുരുഷ പുരാണ സാക്ഷാത് സ്വയം ജ്യോതിരജഃ പരേശ നാരായണോ ഭഗവാൻ വാസുദേവ സ്വമായയാത്മന്യവധീയമാന. ഇനി ഭഗവാൻ എങ്ങനെയാണ് ഇരിക്കണത് എന്നുള്ളത് ആദ്യം പറഞ്ഞതുപോലെ ഒരു ഉദാഹരണം കൂടിയും കാണിച്ചു തരികയാണ്. 14-ാമത്തെ ശ്ലോകം. യഥാനിലസ്ഥാവരജംഗമാനാമാത്മസ്വരൂപേണ നിവിഷ്ട ഈശേത് ഏവം പരോ ഭഗവാൻ വാസുദേവ ക്ഷേത്രജ്ഞ ആത്മേതമനുപ്രവിഷ്ട. ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് വാസുദേവൻ തന്നെ നമ്മുടെ ഉള്ളിലിരിക്കുകയാണ് എന്ന്. ഏതുപോലെയാണെന്നാണ് പറയണത്? നമുക്ക് ചൊല്ലിയിട്ട് അതിലേക്ക് വരാം. യഥാനിലസ്ഥാവരജംഗമാനാം ആത്മസ്വരൂപേണ നിവിഷ്ട ഈശേത് ഏവം പരോ ഭഗവാൻ വാസുദേവ ക്ഷേത്രജ്ഞാത്മേതമനുപ്രവിഷ്ട. നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും കുഞ്ഞ് അതിഥി സുന്ദരമായിട്ട് അവിടെ ഇരുന്ന് ചൊല്ലുന്നുണ്ട്, ഞാൻ ചൊല്ലുന്നതൊക്കെ, അല്ലേ? മിടുക്കനാണ് കേട്ടോ മോൻ. ഇതൊക്കെ നല്ലതാണ്. ഈ വഴിയിൽ അമ്മ കുറച്ചു കാലം വന്നിട്ടുണ്ട് എന്നുള്ളത് കുട്ടികൾക്ക് വളരെ പ്രേരകമാവും. നല്ലതാണ്. അവര് ഇപ്പൊ അറിഞ്ഞിട്ട്, നമ്മൾ ആരും അങ്ങനെയൊന്നും അല്ലല്ലോ, അറിഞ്ഞു ചൊല്ലിയൊന്നും തുടങ്ങിയതല്ല. ഒരു പ്രായം കഴിയുമ്പോഴാണ് അറിയാൻ തുടങ്ങണത്. ഓ, ഈ വാക്കിന് ഇങ്ങനെയൊക്കെ അർത്ഥങ്ങളുണ്ടല്ലേ. എൻ്റെ അമ്മ എല്ലാ ദിവസവും വൈകുന്നേരം ശിവപുരാണത്തിലെ ഒരു ഭാഗം ചൊല്ലുമായിരുന്നു. ഞങ്ങളും കൂടെ ഇരുന്ന് എന്തൊക്കെയോ ചൊല്ലും. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ലക്കും ലഗാനും ഇല്ലാതെ എന്തൊക്കെയോ ചൊല്ലിയിരുന്നു. ഇപ്പം ഞാൻ മറന്നടങ്ങി. എന്നാലും അതിൽ കാലനെ ശൂലേന കീലനം ചെയ്തൊരു നീലകണ്ഠൻ മഹാദേവൻ മതീശ്വരൻ. അപ്പം എന്ത് ഈ മതീശ്വരൻ എന്ത് മതീശ്വരൻ? അമ്മ അങ്ങനെ ചൊല്ലുന്നുണ്ട്, നമ്മളും ചൊല്ലുന്നുണ്ട്. അതുപോലെ എന്താണ്, പിന്നെ ഉണ്ട് ഇതുപോലെ എന്തൊക്കെയോ വരികൾ, നല്ല രസകരമായിട്ടുള്ള വരികളാണ്. അപ്പം ഒന്നും അർത്ഥം മനസ്സിലായിട്ടല്ല അതൊന്നും ചൊല്ലുന്നത്. എന്നതു കേട്ടു പറഞ്ഞു ചന്ദ്രാംഗതൻ എന്നാണ് അത് തുടങ്ങണത്. ചന്ദ്രാംഗതൻ എന്ന് പറഞ്ഞിട്ടൊരു രാജാവിന് എന്തോ അബദ്ധം വന്നിട്ട് അദ്ദേഹം വെള്ളത്തിൽ വീണു. വെള്ളത്തിൽ നിന്ന് ഈ വാരണപുരുഷന്മാരെ, ഈ നാഗത്താന്മാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് നാഗലോകത്തെത്തി, പാമ്പുകളുടെ ലോകത്തെത്തി. അപ്പോൾ ഈ ചന്ദ്രാംഗതനോട് ചോദിക്കുകയാണ്, എന്താണ് അങ്ങക്ക് ആരാണ് ഏറ്റവും ആരാധ്യനായിട്ടുള്ള ദേവൻ? അപ്പോൾ ചന്ദ്രാംഗതൻ പറഞ്ഞു, ശ്രീപരമേശ്വരനാണ് എനിക്ക് ഏറ്റവും ആരാധ്യനായിട്ടുള്ളത്. അറിഞ്ഞു പറഞ്ഞൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞതാണ്. പക്ഷേ സർപ്പങ്ങൾക്ക് അത് വലിയ ഇഷ്ടമായി. അപ്പോൾ പറഞ്ഞു, ഈ വാസുകിയൊക്കെയാണ് ഈ ചോദിക്കണതേ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും പണി കൊടുക്കാൻ വേണ്ടി ഇരുന്നിരുന്നതായിരിക്കണം. ഒറ്റക്കൊത്തിന് എത്രയോ കിലോ കണക്കിന് വിഷം ശരീരത്തിലേക്ക് പ്രവേശിക്കും. അതുപോലെ അത്ര ഉഗ്രവിഷധാരികളായിട്ടുള്ള സർപ്പങ്ങളുടെ മുമ്പിൽ വെച്ച് ചന്ദ്രാംഗതൻ ഇങ്ങനെ പറഞ്ഞു. എന്നതു കേട്ടു പറഞ്ഞു ചന്ദ്രാംഗതൻ, എന്നുടെ ദേവൻ എന്താണ് മുഗ്ധേന്ദു ശേഖരൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞ് എന്താണ്, ദയാശീലൻ ഉത്തമനാണ് ദേവൻ, ദയാശീലനാണ് ദേവൻ എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ ചൊല്ലുമ്പോൾ ഈ മതീശ്വരൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. അവസാനം ഞാൻ കുറേ കാലം കഴിഞ്ഞ് സംസ്കൃതമൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് മതീശ്വരൻ, എൻ്റെ ഈശ്വരൻ എന്നാണ് അർത്ഥം. അതുവരെയൊക്കെ നമ്മൾ മതീശ്വരൻ എന്നൊക്കെ എഴുതിയൊക്കെ വച്ചിരുന്നു. പിന്നെ മനസ്സിലായി അങ്ങനെയല്ല എഴുതേണ്ടത്, അക്ഷരം ദായാണ്, തായല്ല എന്ന്. സമ്മോഹനാസ്ത്രം തൊടുത്തൊരു കാമനെ ചെമ്മേ ദഹിപ്പിച്ച ദേവൻ മതീശ്വരൻ അവിടെ ഉണ്ട്. എന്താണ് ഈ സമ്മോഹനാസ്ത്രം? ഒന്നും മനസ്സിലായില്ല. അത് കാമദേവൻ ശിവനെ വീഴ്ത്താൻ വേണ്ടിയിട്ട്
ശ്രീപാർവതി ദേവി മുമ്പിൽ വന്ന് നിന്നപ്പോൾ അയച്ച അസ്ത്രത്തിൻ്റെ പേരാണ് സമ്മോഹനാസ്ത്രം. എന്നിട്ട് ആ കാമദേവനെ ചെമ്മേ ദഹിപ്പിച്ച ദേവൻ മതീശ്വരൻ. അപ്പോൾ ഇങ്ങനെയുള്ള വരികളൊക്കെ ആ കാലത്ത് കേട്ടത് കൊണ്ട് അവിടെ വരച്ചിട്ടേക്കുക. അത്ര കുട്ടിക്കാലത്താണ് കേൾക്കുന്നത്, വേറെ ചിന്തകളൊന്നും ഇല്ലാത്ത കാലമാണ്. അതുപോലെ ഈ കുഞ്ഞിക്കുട്ടനും കുറേ കാലം കഴിഞ്ഞാൽ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഓർമ്മയിൽ നിൽക്കും. അതൊരു നല്ല കാര്യമാണ്. അപ്പൊ ഇവിടെ പറയണത് എന്താണ്? യഥാ അനിലസ്ഥാവര ജംഗമാനാം ആത്മസ്വരൂപേണ നിവിഷ്ട ഈശേത്. യഥാ അനിലഹ. എന്താ അനിലൻ എന്ന് പറഞ്ഞാൽ ആരാ? കാറ്റ്. ആദ്യം പറഞ്ഞല്ലോ കാറ്റ് ഇവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ ആരെങ്കിലും അറിയോ? അറിയില്ല. കാറ്റിൻ്റെ സഞ്ചാരം പോലെ കാറ്റിങ്ങനെ, കാറ്റിനൊരു സ്വഭാവം ഉണ്ട് അത്രേ, ഇങ്ങനെ ക്രോസ് വെന്റിലേഷൻ ഉള്ള ദിക്ക് കൂടെയാണ് കാറ്റ് പോവുക. അല്ലെങ്കിൽ കാറ്റ് കയറില്ല, പുറത്ത് നിൽക്കും. കാറ്റും കാക്കയും ഒരുപോലെയാണെന്നാണ് പറയുക. പുറത്തേക്കുള്ള വഴി നോക്കിയിട്ടേ അകത്തേക്ക് തന്നെ കയറുന്നു. അല്ലെങ്കിൽ കാക്കയെ പിടിക്കൂലോ നമ്മൾ. കാറ്റ് വരുന്ന വഴിയൊന്നും നമ്മളറിയില്ല. കാക്ക വന്നാൽ എല്ലാവരും കാക്കയെ ആട്ടി ഓടിക്കുകയോ തല്ലുകയൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സൂത്രക്കാരനായിട്ടുള്ള കാക്ക ഇതിലേ കൂടെ ഇങ്ങോട്ട് കടന്നാൽ ആ ജനാലയെ കൂടെ പുറത്തേക്ക് കടക്കാം എന്നുള്ള വഴി നോക്കിയിട്ട് അകത്തേക്ക് കടക്കുള്ളൂ. അതുപോലെയാണ് കാറ്റ്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? കെട്ടിടങ്ങൾ പണിയുമ്പോൾ ഈ ക്രോസ് വെന്റിലേഷൻ വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ശ്വസിച്ച വായു തന്നെ ഇവിടെ കിടന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും, അസുഖങ്ങൾ വരും. അങ്ങനെ ഈ കാറ്റ് അങ്ങനെയാണ്, വരണതും പോണതും അറിയില്ല. ചില കാറ്റുകൾ വരണതും പോണതും നല്ലോണം അറിയും. അതിന് ആ കാറ്റിൻ്റെ പേരൊക്കെ മാറും. വായു എന്ന് പറയുന്നതിനെ നമ്മൾ അറിയില്ല. കാറ്റെന്ന് പറയുമ്പോഴേക്കും നമുക്ക് മനസ്സിലായി തുടങ്ങും അല്ലെ? വായു ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ ശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നല്ല ശുദ്ധമായ വായു ഇവിടെ ഉണ്ടെന്നറിയാം. പക്ഷേ അത് എവിടെയാ ഇരിക്കുന്നതെന്നൊന്നും തൊട്ടൊന്നും കാണിച്ചു തരാൻ പറ്റില്ല, നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതാണ് യഥാ അനിലഹ. വായു എങ്ങനെയാണ്? സ്ഥാവര ജംഗമാനാം, സ്ഥാവരങ്ങളുടെയും ജംഗമങ്ങളുടെയും, സ്ഥാവരങ്ങള് അനങ്ങാത്തവ, ജംഗമങ്ങള് ചലിക്കുന്നവ, ഇവരുടെയൊക്കെ ഉള്ളിൽ കുടികൊള്ളുന്നത്. എല്ലാത്തിൻ്റെ ഉള്ളിലും വായുവിൻ്റെ സാന്നിധ്യമുണ്ട്. വായു എവിടെയൊക്കെയുണ്ട്? നമ്മളുടെ പുറമെ വായു നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ ഉള്ളിലുമൊക്കെ വായുണ്ട്. ഈ ജീവൻ ഇതുപോലെ നിലനിൽക്കുന്നതിന് വായു നൽകുന്നതായിട്ടുള്ള വലിയൊരു യോഗദാനം, കോൺട്രിബ്യൂഷൻ നമുക്കറിയാം. ശുദ്ധമായിട്ടുള്ള വായുവാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. വെള്ളവും അതുപോലെ ഭക്ഷണവും ഒക്കെ കിട്ടിയില്ലെങ്കിലും വായു കിട്ടാഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതം എത്രയോ പെട്ടെന്ന് ഇല്ലാതെയായി പോവും. ആ അനിലൻ്റെ സാന്നിധ്യം എങ്ങനെയാണോ നമ്മൾ തിരിച്ചറിയാത്തത്, എന്നാൽ വേണം എന്ന് വിചാരിച്ചാൽ എങ്ങനെയാണോ തിരിച്ചറിയുന്നത്, സ്ഥാവരങ്ങളിലും ജംഗമങ്ങളിലും കുടികൊള്ളുന്നതായിട്ടുള്ള വായുദേവനെ പോലെയാണ് ഭഗവാൻ. അപ്പോഴും കാണിക്കുകയാണ് ഒരു ഉദാഹരണം. എത്ര ഉദാഹരണങ്ങളാണ് യോഗീശ്വരൻ അല്ലെങ്കിൽ വ്യാസ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ മറഞ്ഞിരിക്കുന്ന ചൈതന്യം ആത്മസ്വരൂപേണ നിവിഷ്ട ഈശേ. ആത്മസ്വരൂപത്തില്, അതായത് പരമാത്മസ്വരൂപത്തില് വ്യക്തമായിട്ട് നമുക്കാർക്കും നമ്മുടെ മാംസചക്ഷുസ്സുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത വിധത്തില് ഇവിടെ പ്രവേശിച്ച് നമ്മുടെ ഉള്ളിലെന്ന് മാത്രമല്ല ഈ പ്രപഞ്ചത്തിലൊട്ടാകെ ഭഗവത് സാന്നിധ്യം ഉണ്ട്. അത് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് നമ്മളില്ല എന്നും നിഷേധിച്ചും ഒക്കെ നടക്കണു എന്നേ ഉള്ളൂ. പക്ഷെ ആ ചൈതന്യം ഇവിടെ ഉണ്ട്. അത് ഏവം പരോ ഭഗവാൻ വാസുദേവ. അതുകൊണ്ട് ആരെയാണ് നമ്മൾ പരബ്രഹ്മസ്വരൂപം എന്ന് പറയുന്നത്? ഭഗവാൻ വാസുദേവനെ തന്നെയാണ്. ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാനെ സ്തുതിക്കുന്ന, അതായത് ഏറ്റവും ഉയർന്ന രീതിയിൽ ഏറ്റവും ഉത്തമമായ മാർഗത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ, നാരായണനെ, മാധവനെ സ്തുതിക്കുന്ന രീതിയിൽ തന്നെ ചിട്ടപ്പെടുത്തി വച്ചിരിക്കുന്നതാണ്. നിങ്ങൾ ഇതേ ആശയങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ ശൈവ ഗ്രന്ഥങ്ങളിലൊക്കെ കാണും. ശിവനാണ് ഏറ്റവും പരമമായിട്ടുള്ള തത്വം, സദാശിവനാണ് എന്ന് ശിവാനന്ദ ലഹരിയിലൊക്കെ പറയും. ഭഗവതിയാണ് എന്ന സൗന്ദര്യലഹരിയിലും പറയും അല്ലേ? ശിവശക്ത്യായുക്തോ യദി ഭവതി ശക്തഃ പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അതസ്ത്വാം ആരാധ്യാം ഹരിഹരവിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃതപുണ്യ പ്രഭവതി എന്നുള്ളതാണ് സൗന്ദര്യലഹരിയിലെ 1ാമത്തെ ശ്ലോകം. അവിടെ ആരെയാണ് ആരാധിക്കുന്നത്? ശിവ, അതായത് ഭഗവതിയാണ് ആരാധിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെയൊക്കെ ആരാധിക്കുമ്പോൾ ഇതിലൊക്കെ വേണ്ടേ ഒരു ഐക്യം? എന്താ ഇങ്ങനെ വളരെ വളരെ ആൾക്കാരെയൊക്കെ ഇങ്ങനെ സ്തുതിക്കുന്നത്? ഓരോന്നായിട്ട് കാണുന്നു എന്നേ ഉള്ളൂ. നമ്മൾ പറയാറുണ്ട്, നമ്മൾ മുമ്പിൽ കൊണ്ടുവച്ചിരിക്കുന്ന വെള്ളം, ഗ്ലാസ്സിൽ വെള്ളം കിട്ടാറുണ്ട്. നമുക്ക് എല്ലാവർക്കും കുടിക്കാൻ വെള്ളം കിട്ടുമ്പോൾ ഈ വെള്ളത്തിന് നമ്മളെന്താ പറയുക? വെള്ളം വെള്ളം വേണം. മറ്റു ഭാഷക്കാർ വേറെ പലതും പറയും. ഹിന്ദിയിൽ പറയും പാനി, അല്ലേ? ഇനി സംസ്കൃതത്തിൽ ജലം, അല്ലെങ്കിൽ പയഹ എന്നൊക്കെ പറയും. ഇനി ഇതൊന്നും അല്ലാത്ത എത്രയോ പേരുകൾ വേറെ ഭാഷകൾ അറിയുന്നവർക്ക് തമിഴിൽ എന്ന് പറയും തണ്ണി എന്ന് പറയും. അങ്ങനെ പറയണില്ലേ? പക്ഷെ ഉദ്ദേശിക്കുന്നത് എന്താ? എല്ലാം ഒന്ന് തന്നെ, അത്രയേ ഉള്ളൂ. ഈ പറഞ്ഞതായിട്ടുള്ള വഴികൾ, ആദ്യം പറഞ്ഞതുപോലെ ഷൊർണൂർക്കോ പട്ടാമ്പിക്കോ പോണ വഴികൾ ധാരാളം ഉണ്ടാവും. ഏത് വഴിയിൽ കൂടെ വേണമെങ്കിലും പൊക്കോളൂ, നമുക്ക് എത്തേണ്ടത് പട്ടാമ്പിയിലാണ് അല്ലെങ്കിൽ ഷൊർണൂരാണെന്ന് പറയണ പോലെ പല പല മാർഗങ്ങളിലൂടെ സഞ്ചരിക്കാം. ഇവിടെ അതിനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് തന്നിട്ടുണ്ടേ. അതാണ് ഭാരതത്തിൻ്റെ മഹത്വം. ഒരു ആചാര്യൻ ഒരു വഴി, നിങ്ങളിതിലേ പോകാവൂ, അങ്ങനെയൊന്നുമില്ല. എത്രയോ, അതുകൊണ്ടാണ് ഇവിടെ ഇത്ര ഗുരുക്കന്മാരുണ്ടാവുന്നത്, ഇത്ര ആചാര്യന്മാരുണ്ടാവുന്നത്. ഒറ്റ വഴിയേ പോകാവൂന്നില്ല. ഇവിടെ ശാക്തയന്മാരുണ്ട്, ശൈവന്മാരുണ്ട്, വൈഷ്ണവന്മാരുണ്ട്, സൗരൻ സിദ്ധാന്തങ്ങൾ, ഇങ്ങനെ ഏതെല്ലാം തരങ്ങളിലൂടെ, ഏതെല്ലാം വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചോളൂ, സത്യത്തിലേക്ക് എത്തിയാൽ മതി. അത്രയേ ഉള്ളൂ നിർബന്ധം. എന്നിട്ടാണ് നമ്മൾ പറയണത് ഇവിടെ എല്ലാം ഭയങ്കര നിയന്ത്രണമാണെന്ന്. ഒരു നിയന്ത്രണവും ഇല്ല. വളരെ സുഖകരമായിട്ടുള്ള ഒരു ജീവിത രീതിയാണ് ഭാരതത്തിലുള്ളത്. ആ രീതിയെ തെറ്റിദ്ധരിച്ച് ഇതൊക്കെ പൊട്ടയാണെന്ന് സിദ്ധാന്തവൽക്കരിച്ച് നമ്മളും തെറ്റിദ്ധരിച്ചടങ്ങി. അയ്യോ, ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടോ എന്ന്. അങ്ങനെയില്ല. നമ്മളതിനെ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അവിടേക്ക് ചെല്ലാതെ മൂന്നാമത്തെയോ നാലാമത്തെയോ വായനക്കാരിലൂടെ മനസ്സിലാക്കിയിട്ട് പ്രൈമറി നോളജ് ഇല്ലാതെ നമ്മൾ പലതും പറയും. ഏറ്റവും ആധികാരികമായിട്ടുള്ള അറിവുണ്ടാക്കിയിട്ട് നോക്കൂ, അപ്പോൾ നമ്മുടെ കണ്ണൊക്കെ നല്ലവണ്ണം തെളിയും, വ്യക്തമാവും. അതിനാണ് ഇതൊക്കെ നമ്മൾ ഉപകരിക്കേണ്ടത്. എവിടെ പോയാലും പിടിച്ചു നിൽക്കാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഉള്ളതായ ശക്തി, അതിനുള്ള മിടുക്ക് നമ്മൾ ഇതിൽ നിന്ന്, ഭാഗവതത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഈ ചൈതന്യം എവിടെയാണ് നിൽക്കുന്നത്? നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷേ ഇവിടെ ഉണ്ട്, എവിടെയൊക്കെ ഉണ്ട്. നമ്മളെപ്പോഴും പറയില്ലേ, നമുക്ക് കാണാൻ പറ്റാത്ത ശക്തികളാണ് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളത്. ആ ആളെയാണ്, ആ ചൈതന്യത്തെ, ആണെന്നോ പെണ്ണെന്നോ രാത്രിയെന്നോ പകലെന്നോ ഈ ലോകം എന്നോ മറുലോകം, അതൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ അറിയുള്ളൂ. നമ്മൾ ഈ ദ്വൈതങ്ങളിലൂടെ എപ്പോഴും സഞ്ചരിക്കുന്നത്. എനിക്ക് ഇഷ്ടമുണ്ട്, എനിക്ക് ഇഷ്ടമല്ല. ഇപ്പം പകലാണ്, രാത്രിയുണ്ട്. ഇപ്പം ഈ രണ്ടെണ്ണം അല്ലാത്ത വേറെന്തോ ഇതിൻ്റെ അപ്പുറത്ത് ഉണ്ടോ? ഉണ്ടാകാം, നമുക്കറിയില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ ഈ ദ്വന്ദ്വങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് അതിലൂടെ ഉണ്ടാവുന്ന അറിവ് മാത്രമേ ശരിയുള്ളൂ എന്ന് പറയും. അതിലൂടെ അല്ലാത്ത അറിവുകളും ശരിയാണല്ലോ. അതിനുദാഹരണം, നമ്മൾ അമേരിക്ക കണ്ടിട്ടില്ല, അമേരിക്കയിൽ പോയിട്ടുള്ളവരുണ്ടാവാം, അവിടെ ഇല്ലാത്തവർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യം, ആ രാജ്യം ഇല്ല എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. എന്തുകൊണ്ട്? അതവിടെ ഉണ്ട്, നമുക്കറിയില്ല എന്നേ ഉള്ളൂ. അതുപോലെ നമ്മുടെ ജീവിതം ആകെ 100 വർഷമേ ഉള്ളൂ, 120 വർഷമേ ഉള്ളൂ. ഇതിനേക്കാൾ എത്രയോ വർഷം ജീവിക്കുന്ന ജീവികൾ ഇവിടെയുണ്ട്. ആമകളുടെ ആയുസ്സൊക്കെ എടുത്ത് നോക്കിയാൽ 10, 400, 500 വർഷങ്ങളുടെ ആയുസ് ഉണ്ടാവൊക്കെ. മരങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എത്രായിരം വർഷങ്ങൾ ആ മരം നിലനിൽക്കുന്നത്. എത്ര കോടിക്കണക്കിന് വർഷങ്ങളുടെ ശേഷം വന്ന ഒരു ഫോസിൽ, മരത്തിൻ്റെ ഫോസിൽ ഇപ്പോഴും ഊട്ടിയിലെ ഒരു ഉദ്യാനത്തിൽ, ഏറ്റവും വലിയ പാർക്കുണ്ട്, അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എത്ര കോടിക്കണക്കിന് വർഷം മുമ്പുള്ള ഒരു മരത്തിൻ്റെ ഫോസിൽ അത്രയും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഈ 100, 120 വർഷം കൊണ്ട് ഉണ്ടാക്കി, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതിനപ്പുറം വേറെ തത്വങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത് അത് തെറ്റാണ്. നിരാകരിക്കുന്നതിന് മുമ്പേ അറിയാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതാണ്. അങ്ങനെ നമ്മളൊരു മനസ്സ് അല്ലെങ്കിൽ ബുദ്ധിയെ അങ്ങനെ ആക്കിയെടുത്താൽ പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതൊന്നും പറഞ്ഞാൽ ആരോടും തർക്കിക്കേണ്ടതായിട്ടും തല്ലൂടേണ്ടി വരെയൊന്നും ഇല്ല എന്നുള്ളതാണ് ഈ ഉപദേശം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ആത്മരൂപത്തിൽ, ചൈതന്യ രൂപത്തിൽ ഇവിടെ പ്രവേശിച്ചിട്ടുണ്ട്, ഇവിടെ ഉണ്ട് ഭഗവത് തത്വം എന്നുള്ളതാണ് ഇവിടെ പറയണത്. നമുക്കിതൊന്നുകൂടി ചൊല്ലാം. യഥാനിലസ്ഥാവരജംഗമാനാം ആത്മസ്വരൂപേണ നിവിഷ്ട ഈശേ ഏവം പരോ ഭഗവാൻ വാസുദേവ ക്ഷേത്രജ്ഞ ആത്മേദമനുപ്രവിഷ്ട. ഇനി 15ാമത്തെ ശ്ലോകം. അത് ഉണ്ടാക്കിയെടുക്കുന്നതിന് നമ്മൾ കുറേ ശത്രുക്കളെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇല്ലാതെയാക്കണം. ആ ശത്രുക്കളാണ് ഞാൻ ആദ്യം പറഞ്ഞ കാമക്രോധാദികൾ. അതാണ് ഇവിടെ പറയണത്.
നയാവദേതാം തനുഭൃന്നരേന്ദ്ര വിധൂയമായാം വയുനോദയേന വിമുക്തസങ്കോജിത ഷട്സപത്നോ വേദ ആത്മതത്വം ഭ്രമതീഹതാവത്. നമുക്കത് ഒന്നുകൂടി ചൊല്ലാം. നയാവദേതാം തനുഭൃന്നരേന്ദ്ര വിധൂയമായാം വയുനോദയേന വിമുക്തസങ്കോജിത ഷട്സപത്നോ വേദാത്മതത്വം ഭ്രമതീഹതാവത്. ഇവിടെ പറയാണ്, ഹേ നരേന്ദ്ര, അല്ലയോ മഹാരാജാവേ. അങ്ങ് രാജാവാണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങിയത്. ഇപ്പൊ കുറേയൊക്കെ ഭേദമായിട്ടുണ്ടാവും, ആ ചിന്തകളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവില്ലേ. അതാണ് നരേന്ദ്ര എന്ന് ഒന്നുകൂടി വിളിക്കുകയാണ്. ഹേ നരേന്ദ്ര, തനുഭൃത ഏതാം മായാം വയുനോദയേന വിധൂയ. തനുഭൃത്ത്, തനുഭൃത്ത് എന്ന് പറഞ്ഞാല് ശരീരം സ്വീകരിച്ച നമ്മളെല്ലാവരും തന്നെ. തനു എന്നുള്ളത് ഒരു നാനാർത്ഥക പദമാണ് സംസ്കൃതത്തിലെങ്കിലും ശരീരം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. തനു എന്ന് പറഞ്ഞാൽ ചെറുതെന്നൊക്കെ അർത്ഥമുണ്ട്, സുന്ദരം എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ തനു എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് അർത്ഥം. തനുഭൃത്ത് എന്ന് പറഞ്ഞാൽ തനുവിനെ സ്വീകരിച്ചവൻ, ശരീരം സ്വീകരിച്ചവര് മനുഷ്യര്. അവരെന്ത് ചെയ്യണം? ഏതാം മായാം, ഇപ്പൊ പറഞ്ഞില്ലേ, മനസ്സുകൊണ്ടുണ്ടാക്കുന്നതായിട്ടുള്ള ഈ വ്യാവഹാരികമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ നമ്മൾ എന്ത് ചെയ്യണം? അത് മായയാണ്. ആ മായയെ വയുനോദയേന, വയുനം, വയുനോദയം എന്ന് പറഞ്ഞാൽ, വയുനം എന്ന് പറഞ്ഞ വാക്ക് സാധാരണ സംസ്കൃത ഭാഷയിൽ, അതായത് ലൗകിക സംസ്കൃതത്തിൽ അത്ര കാണാത്തൊരു വാക്കാണ് വയുനോദയം. വയുനം എന്നുള്ള വാക്കിന് അറിവ് എന്നാണ് അർത്ഥം. ഭാഗവതത്തിൽ പ്രയോഗിച്ച് കാണാറുണ്ട്. പക്ഷേ മറ്റ് കാളിദാസാദികളുടെ അതുപോലെ പിന്നീട് വന്നിട്ടുള്ള കാവ്യങ്ങളിലൊന്നും ഈ വാക്ക് പ്രയോഗിച്ച് കാണുന്നില്ല. ഭാഗവതത്തിൽ അങ്ങനെ ധാരാളം വൈദിക പദങ്ങളുടെ പ്രയോഗം. ഇപ്പം നമ്മളിവിടെ പറഞ്ഞില്ലേ, ആവിർഹിത, തിരോഹിത എന്നുള്ള വാക്ക്, അതൊക്കെ ആവിരഭൂത്, ആവിരഭൂത് മഹീയാൻ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ട്. പക്ഷെ ആവിർഹിത, തിരോഹിത എന്ന് പറയാറുണ്ട്. ആവിർഹിത എന്നങ്ങനെ പറയാറില്ല. തിരോഹിതോ ഭൂത്, മറഞ്ഞുപോയി എന്ന് പറയുമ്പോൾ തിരോഹിത എന്ന് പറയും. പക്ഷെ ആവിർഹിത എന്ന് ധാരാളം പറയാറില്ല. പക്ഷെ തിരോഹിത എന്നുള്ളതിൻ്റെ വിപരീതമാണ് ആവിർഹിത. അപ്പൊ പ്രത്യക്ഷമാവുക എന്നർത്ഥം. ഇവിടെ പറയണത് ഇതാണ്, രാജാവെ, അങ്ങടക്കമുള്ള നമ്മളെല്ലാവരും തന്നെ, ശരീരം സ്വീകരിച്ചവരൊക്കെ അറിവ് സമ്പാദിച്ചുകൊണ്ട് ജ്ഞാനമാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഈ അജ്ഞാനങ്ങളെ മുഴുവനും വിധൂയ, നീക്കിക്കളയണം. അജ്ഞാനങ്ങളെ നീക്കിക്കളയണം. അതിന് എന്ത് വേണം? ആദ്യം തന്നെ വിമുക്ത സംഘ, സംഘങ്ങളൊക്കെ ത്യജിക്കണം. അപ്പം നമ്മളിപ്പോൾ ഇവിടെ സത്സംഗങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം എങ്ങനെയാണ് സംഘം ത്യജിക്കണേ? സംഘങ്ങൾ ത്യജിക്കുക എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ കൂട്ടുകൂടലുകൾ ഇല്ലാണ്ടാക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു വസ്തുവിനോട് തോന്നുന്നതായിട്ടുള്ള അമിത താല്പര്യങ്ങൾ ഇല്ലാതെയാക്കണം. ആ അമിത താല്പര്യങ്ങൾ ഉള്ള വസ്തുക്കളെ ഉണ്ടാക്കണം എന്നുള്ള വിചാരത്തിനെയാണ് കാമം എന്ന് പറയുന്നത്. കാമം എന്ന് പറയുന്നതിനെ ഇത് നിസ്സാരമാക്കി ചുരുക്കി പറയേണ്ട, ഒരു പുരുഷന് സ്ത്രീയോട് അല്ലെങ്കിൽ സ്ത്രീക്ക് പുരുഷനോട് ഉണ്ടാവുന്ന ആ അടുപ്പത്തിനെ, അടക്കാനാവാത്തൊരാഗ്രഹത്തിനെയൊന്നും അല്ല കേട്ടോ കാമം എന്ന് പറയുന്നത്. കാമം എന്ന് പറയുന്നത് കൊണ്ട് എല്ലാം വേണം എന്നുള്ള തോന്നലാണ്. എത്രയാ വേണ്ടതെന്ന് അറിയാത്തിടത്ത് അത്രയ്ക്ക് അതിന് മാത്രം ലൗകികമായ വിഷയങ്ങളോട് തോന്നുന്ന താല്പര്യത്തിനെയാണ് കാമം എന്ന് പറയുന്നത്. അത് വൈരിയാണ്. നമ്മുടെ വൈരികളിൽ, ഷഡ് വൈരികളിൽ ഒന്നായിട്ട് കാമത്തിനെ ചിത്രീകരിക്കും. എന്തുകൊണ്ടാ? എത്ര കിട്ടിയാലും മതിയാവില്ല, പിന്നെയും വേണം തോന്നും. സംഘങ്ങളൊക്കെ ത്യജിച്ചുകൊണ്ട്, അതിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള യോഗീശ്വരന്മാർക്ക് ഇങ്ങനത്തെ സത്സംഗങ്ങളൊന്നും ആവശ്യം ഉണ്ടാവില്ല. അതല്ലാതെ തന്നെ അവർക്ക് കാര്യങ്ങളൊക്കെ അവർ അതിൻ്റെ അപ്പുറം കടന്നിട്ടുള്ള ആൾക്കാരാണ്, അവർക്കത് ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മളെ പോലെയുള്ളവർക്ക് ഈ മുക്തിയിലേക്ക് എത്തണമെങ്കിൽ ഈ പറഞ്ഞ സത്സംഗങ്ങളൊക്കെ വേണം. അങ്ങനെ സത്സംഗങ്ങളിലൂടെ സജ്ജനങ്ങള്, സത്തെന്ന് പറഞ്ഞാൽ അതാണല്ലോ നല്ലവര്, നല്ല മനുഷ്യര്, നല്ല ജനങ്ങള്, അറിവുള്ളവര്, അവരുടെ മാർഗം പിന്തുടർന്നുകൊണ്ട് അവരെന്താണോ പറയണത് അത് മനസ്സിലാക്കിക്കൊണ്ട് സംഘങ്ങളൊക്കെ ത്യജിച്ചുകൊണ്ട് ജിത ഷട്ട് സപത്നഃ, സപത്നന്മാര് എന്ന് പറഞ്ഞാൽ
ശത്രുക്കൾ എന്നാണ് അർത്ഥം. എത്ര ശത്രുക്കളുണ്ട്? 6 ശത്രുക്കളുണ്ട്. ഏതൊക്കെയാണ്? കാമം, മോഹം, ലോഭം, മദം, മാത്സര്യം, ഒരെണ്ണം കൂടിയുണ്ട്, മോഹം. ഈ 6 എണ്ണങ്ങളെയും ശത്രുക്കളായിട്ടാണ് പറയുന്നത്. കാമം വാദി പകയ്യറ പോക്കി, കാമം വാദി പകയ്യറ പോക്കി, ശമദമാദി സാധനകൾ ഉണ്ടാക്കി. ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് പറയാണ്. അതായത് തമിഴിലെ കീർത്തനാണ്. സമഗായന ലോല സദ്ഭക്തി സമഗായന ലോല. ശിവനെ സ്തുതിച്ചുകൊണ്ട് കോടീശ്വരയ്യര് രചിച്ചൊരു കീർത്തനാണ്. അതിലെ വരികളാണിത്. കാമമാതി അറുപകൈ പോക്കി, കാമം തുടങ്ങിയിട്ടുള്ളതായ ഈ വൈരികളെ ഇല്ലാതെയാക്കണം. അങ്ങനെ ഇല്ലാതെയാക്കുമ്പോഴാണ് മനസ്സ് ശുദ്ധമാവുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ അകത്തേക്ക് കയറി വരുന്നതിനെ കൊണ്ട് പിന്നെ പ്രശ്നമില്ലാണ്ടേ തരണം. ഞാൻ നല്ലൊരു വസ്തുവിനെ കണ്ടു, നല്ലൊരു സാരി കണ്ടു, നല്ലൊരു വസ്ത്രം കണ്ടു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കയറുകയാണ് നമുക്കതുപോലെ ഒരെണ്ണം വേണം എന്നുള്ള തോന്നൽ. കാമല്ലാണ്ടിയാക്കിയാൽ വേണ്ട എന്നുള്ള തോന്നൽ വരും. ആളത് എടുത്തോട്ടെ, നല്ല ഭംഗിയുണ്ട്, ആ ആളുടെ വേഷം ആൾക്ക് നല്ലവണ്ണം ചേരും എന്ന് തോന്നും. അതുപോലെ മതം, അതുപോലെ മാത്സര്യം ബുദ്ധിയാണ് ഇവിടെ നമ്മളെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് അല്ലേ. ആ സ്ഥാനം കിട്ടി, എനിക്ക് ആ സ്ഥാനം വേണം, അങ്ങനെ ഒരു വസ്തു ഒരാൾക്ക് കിട്ടി, അങ്ങനെ ഒരു വസ്തു എനിക്ക് വേണം. ഇങ്ങനെ പരസ്പരമുള്ളതായിട്ടുള്ള മത്സരങ്ങൾ അത് ഒഴിവാക്കണം. ഇത് നമ്മളെ നശിപ്പിക്കുന്ന 6 വൈരികളാണ്. അതിനെ ഇല്ലാതെയാക്കിയാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പിന്നെ എന്ത് ഉള്ളിലേക്ക് വലിയ ചാക്കും കൊണ്ടുവന്നാലും അതൊന്നും നമ്മളെ ബാധിക്കാതെയാകും. അതാണ് യോഗീശ്വരന്മാർക്കൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഇവിടെ പറയുന്ന ജിത ഷട്ട് സപത്ന, 6 സപത്നന്മാരെയും, സപത്നന്മാരെന്ന് പറഞ്ഞാൽ ശത്രുക്കൾ എന്നാണ് അർത്ഥം, അവരെ ജയിച്ചിട്ട് എന്നിട്ട് എന്താ വേണ്ടത്? ആത്മതത്വം വേദ. അവിടെ വേദം എന്ന് പറഞ്ഞ അർത്ഥമൊന്നുമല്ല, വേദങ്ങൾ എന്നുള്ള അർത്ഥമൊന്നുമല്ല വരണത്. ആത്മതത്വത്തെ തിരിച്ചറിയും, അറിയുക എന്നുള്ള അർത്ഥത്തിൽ വിദജ്ഞാനേ എന്നുള്ള ആ ധാതുവിൽ നിന്നാണ് വേദ, അറിയൂ എന്ന് പറയണത്. അല്ലാതെ വന്നാലോ, അല്ലെങ്കിൽ എപ്പോഴാണോ അറിവുണ്ടാവുന്നത്, താവത് തത്പര്യന്തം, ഏത് കാലം വരെ അത് അറിയുന്നില്ല, താവത് ഭ്രമതി. ഭ്രമതി എന്ന് പറഞ്ഞാൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടേയിരിക്കും. ചുറ്റിക്കറങ്ങലുകള്, ചുറ്റിത്തിരിയലുകള്. നമ്മൾ പറയില്ലേ ഗ്രഹപ്പിഴ, തീരണില്ലല്ലോ. നമ്മളിതാണ് ആദ്യം പറയുന്നത്, ഗ്രഹപ്പിഴ. ഗ്രഹത്തിന് വെച്ച് കൊടുക്കും ആ കുഴപ്പങ്ങളൊക്കെ. നമുക്ക് എന്തൊക്കെയോ ഗ്രഹപ്പിഴകളുണ്ട് എന്ന് പറയും. നമ്മുടെ കർമ്മം കൊണ്ട് ഉണ്ടാവുന്നതൊക്കെ തന്നെയായിരിക്കും. എവിടെയോ കിടക്കുന്ന ഒരു ഗ്രഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിലാണ് അതൊക്കെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ പറയുകയും ചെയ്യും. എന്തോ ആയിക്കോട്ടെ, അത് ജ്യോതിഷികൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ കണ്ടുപിടിക്കുന്നതായിരിക്കാം. അതിനെ എല്ലാത്തിനെയും നമുക്ക് നിരാകരിക്കാൻ എളുപ്പമാണ്, പക്ഷേ സ്ഥാപിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഉണ്ടായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ ഓരോ ഗ്രഹങ്ങൾക്ക് സ്ഥാനങ്ങൾ ഉണ്ടാകാതിരിക്കാം. അതിനെപ്പറ്റി നമ്മളിപ്പോൾ ബോധർ ചെയ്യുന്നില്ല. പക്ഷേ നമ്മളെപ്പോഴും ഈ തത്വം അറിയുന്നത് വരെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും. അത് തിരിച്ചറിഞ്ഞവന് പിന്നെ ഗയയിലേക്കോ വാരാണസിയിലേക്കോ ഒന്നും പോവേണ്ട കാര്യം ഉണ്ടാവില്ല. നമ്മൾ ഈ പറയുന്ന കഥകൾ പോലെ കയ്പയ്ക്ക കൊണ്ട് പല ദിക്കിലും മുക്കി തിരിച്ചു കൊണ്ടുവന്ന് കയ്പയ്ക്ക മുറിച്ച് നോക്കിയപ്പോഴും അപ്പോഴും കയ്പ് തന്നെ എന്ന് പറയുന്നൊരു കഥ കേട്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ പ്രായമായിട്ടുള്ള ആൾക്കാർ, നമ്മുടെ പ്രായം 50 വയസ്സായിട്ടുള്ളവരൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കയ്പ് മാറാൻ വേണ്ടിയിട്ടാണല്ലോ പല ദിക്കിലും കൊണ്ടുപോയി മുക്കണത്. പക്ഷെ ഉള്ളിലേക്ക് അത് എത്തുന്നില്ല. ഏറ്റവും നല്ല തീർത്ഥങ്ങളിലെ ഗംഗ പോലെയുള്ള തീർത്ഥങ്ങളിൽ അത് കൊണ്ടാണ്, ഏറ്റവും ശുദ്ധമായ ജലങ്ങളിലാണ് കൊണ്ട് മുക്കുന്നത്. പക്ഷെ അതിൻ്റെ മുകളിലുള്ള ചെളിയോ അഴുക്കോ കളങ്കങ്ങളോ പോവാനേ അത് ഉപകരിക്കുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ള കയ്പിനെ അത് കളയുന്നില്ല എന്നാണെങ്കിൽ നമ്മളും ധാരാളം പല അമ്പലങ്ങളിൽ ചെന്നാലും തീർത്ഥാടനം എന്ന് പറഞ്ഞ വാക്കിന് തന്നെ തന്നെയാണ് അർത്ഥം. തീർത്ഥങ്ങൾ എവിടെയുണ്ടോ അവിടേക്കൊക്കെ അടനം ചെയ്യുക, യാത്ര ചെയ്യുക. നമ്മളെ നന്നാക്കാനുള്ള തീർത്ഥങ്ങളാണ്. ആ തീർത്ഥങ്ങളിൽ എത്ര പോയി മുങ്ങിയാലും മനസ്സിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എങ്കിൽ അവിടെ ഒന്നും പോയിട്ട് മുങ്ങിയിട്ടോ
അല്ലെങ്കിൽ അവിടുത്തെ കുറച്ചു കാലം താമസിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അവിടെ ഒന്നും പോയി മുങ്ങിയില്ല എങ്കിലും നമുക്ക് പഠിക്കാനുള്ളത് പഠിച്ചറിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ തന്നെ വന്നോളും. പിന്നെ ഗയയിലേക്കോ അല്ലെങ്കിൽ ബദരിയിലേക്കോ ഹരിദ്വാറിലേക്കോ ഒക്കെ പോയതും പോവാതിരിക്കുന്നതും ഒരേപോലെയാണ്. കാഴ്ച കാണാൻ പോവാം. നമ്മുടെ ഉള്ളിൽ നന്നാവാതെ മറ്റാരെ പറഞ്ഞുകൊണ്ടോ മറ്റുള്ള എന്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടോ യാതൊരു കാര്യമില്ല. ഉള്ളു ശുദ്ധമാക്കാൻ അതിന് ഈ പറഞ്ഞ കാമാദി വൈരികളെ മാറ്റി നിർത്തുക തന്നെ വേണം. അതാണ് ജിത ഷഡ്സപത്നോ വേദ ആത്മതത്വം. അത് കിട്ടുന്നത് വരെ അല്ലെങ്കിൽ നമ്മൾ ചുറ്റിക്കറങ്ങി നടക്കേണ്ടതായിട്ട് തന്നെ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. നയാവദേതാം തനുഭൃന്നരേന്ദ്ര വിധൂയമായാം വയുനോദയേന വിമുക്തസംഗോ ജിത ഷഡ്സപത്ന വേദാത്മതത്വം ഭ്രമതീഹതാവത്. നമുക്ക് ഈ അധ്യായത്തിലെ അവസാനത്തെ ഒരു ശ്ലോകത്തിലേക്ക് കിടക്കാം. അത് പറയാണ്, നയാവദേതന്മനാത്മലിംഗം സംസാരതാപാവപനം ജനസ്യ യച്ഛോകമോഹാമയരാഗലോഭവൈരാനുബന്ധം മമതാം വിധത്തേ. ഇവിടെ അതന്നെയാണ് പറയണത്. ഇവിടെ ജിത ഷഡ്സപത്ന എന്ന് പറഞ്ഞതിനെ ഒന്നുകൂടി എടുത്ത് പറയാണ്. നമുക്ക് എല്ലാവർക്കും ചൊല്ലാം. നയാവദേതന്മന ആത്മലിംഗം സംസാരതാപാവപനം ജനസ്യ യച്ഛോകമോഹാമയരാഗലോഭ വൈരാനുബന്ധം മമതാം വിധത്തേ. ഇവിടെ പറയാണ്, ഈ ഒരു അധ്യായം കഴിഞ്ഞിട്ടില്ല. ഒരധ്യായത്തിൽ കൂടെ 10-16 ശ്ലോകങ്ങളെ കൊണ്ട്, അതിൽ മുഴുവനും ഇല്ല, അതിൽ ആദ്യത്തെ ഒരു 10-12 എണ്ണങ്ങളെ കൊണ്ട് ഒന്നുകൂടി ഇത് വിസ്തരിച്ച് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അടുത്ത ഒരു ക്ലാസ് കൊണ്ട് കൂടിയേ നമുക്കത് തീർക്കാൻ പറ്റുള്ളൂ. ഇന്ന് ഇത് വിസ്തരിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു സത്സംഗം താൽക്കാലികമായിട്ട് നിർത്താം എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ പറയുന്നത് ഇതാണ്, കഴിഞ്ഞ ആ സപത്നം എന്ന് പറഞ്ഞ ഷഡ് സപത്നങ്ങൾ എന്ന് പറഞ്ഞത് എന്താണെന്ന് ഒന്നുകൂടി വിസ്തരിച്ച് പറയാണ്. ഇവിടെ ആദ്യം പറയാണ് ആത്മലിംഗം ഏതൻ മനഃ. ആത്മലിംഗം ആത്മാവിൻ്റെ ഉപാധിയായിരിക്കുന്ന, അതായത് നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ആത്മാവ്, ആ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ വർത്തിക്കണമെങ്കിൽ അവിടെ ബുദ്ധി വേണം, മനസ്സ് വേണം. അപ്പോൾ ആത്മാവ് അവിടെ ഉണ്ട് എങ്കിലും ഈ ശരീരം ഇവിടെ നിലനിൽക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ബുദ്ധിയും മനസ്സും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇതിൻ്റെ ഉപാധിയായിട്ടാണ് മനസ്സ് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ മനസ്സിനെ കൊണ്ട് ആവശ്യമില്ലാത്ത ചവറ്റുകുട്ടകളിൽ കൂട്ടി വച്ചിരിക്കുന്ന സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞ് ട്രെയിനിങ് കൊടുക്കണം. നമ്മൾ നല്ല സാധനങ്ങൾ ഒന്നുമല്ല കൊണ്ടുവരിക, എപ്പോഴും ആവശ്യമില്ലാത്ത ഉപേക്ഷിച്ച് കിടക്കുന്ന സാധനങ്ങൾ വീണ്ടും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വലിച്ചെടുത്ത് കൊണ്ടുവരും. അതിൻ്റെ ആവശ്യമില്ല. അതാണ് ആത്മാവിൻ്റെ ഉപാധിയായിരിക്കുന്ന ഈ മനസ്സ്. അതെന്താ ചെയ്യുന്നത്? ജനസ്യ, ആ മനസ്സ് വേണ്ടതുപോലെ അതിനെ ശുശ്രൂഷിച്ച് നോക്കി വേണ്ടതുപോലെ അതിനെ ഭംഗിയാക്കിയില്ല എങ്കിൽ, ഈ ആവശ്യമില്ലാത്തതൊന്നും കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞ് അതിന് ട്രെയിനിങ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സംസാര ദുഃഖങ്ങളെ ജനിപ്പിക്കുന്നതായിട്ടുള്ള കൃഷിസ്ഥലമാണിത് മനസ്സ്. അതാണ് സംസാരതാപ അവപനം. സംസാരതാപാവപനം. വപനം എന്ന് പറഞ്ഞാൽ താപങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. വപനം ചെയ്യാന്ന് വെച്ചാൽ വിത്ത് വിതയ്ക്കുക എന്നാണ് അർത്ഥം. പാടത്ത് വിത്ത് വിതയ്ക്കുന്ന പോലെ സംസാരതാപങ്ങളെ ഇങ്ങനെ വപനം ചെയ്തുകൊണ്ടിരിക്കും. ആര്? മനസ്സ്. എന്തുകൊണ്ടാണ് സംസാരതാപം എന്ന് പറഞ്ഞാൽ എന്താ? തീരുന്നില്ല. മരണത്തിന് ശേഷം പിന്നെയും അടുത്ത ജന്മം എടുക്കുകയാണ്. പിന്നെ ആ ജന്മം കഴിച്ചു കൂട്ടുന്നത് വരെയുള്ള വ്യാധികളാദികളെല്ലാം അത് കഴിഞ്ഞാൽ പിന്നെയും ജനിക്കുകയാണ്. അപ്പോൾ മനസ്സിന് ഇങ്ങനെ ഇന്ധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത് നിർത്തൂ. ഹേ രഘുഗുണ, അങ്ങ് മനസ്സിനെ വേണ്ടതുപോലെ നിയന്ത്രിക്കൂ. അങ്ങനെ നിയന്ത്രിച്ചാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഈ ബുദ്ധി വേണ്ടതുപോലെ ഇരിക്കുള്ളൂ. ആത്മതത്വം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ആത്മതത്വം എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ പദവികളിലൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതോടുകൂടി നീ മോക്ഷമാർഗത്തിലേക്ക് സഞ്ചരിച്ചു തുടങ്ങും. അപ്പോൾ പിന്നെ സംസാര ഭീതി ഉണ്ടാവുകയുമില്ല. ഈ പറഞ്ഞതായിട്ടുള്ള സപത്നങ്ങളെ ഒന്നുകൂടി ഇവിടെ എടുത്തു പറയാണ്. യാതൊന്ന് ഏതൊക്കെയാണ്? ശോകമോഹ ആമയ രാഗ ലോഭ വൈരം.
മുഴുവൻ 6 പേരും പറഞ്ഞിട്ടില്ല. ശോകം, മോഹം, ആമയം, ഇതൊക്കെ ഓരോ ജന്മങ്ങൾ എടുക്കുമ്പോഴും നമ്മൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നില്ലേ? നമുക്ക് ശോകങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ആമയങ്ങൾ എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ വന്ന് ഭവിക്കുന്നുണ്ട്, രാഗങ്ങൾ, പലതിനോടും താല്പര്യം ഉണ്ടാവുന്നുണ്ട്, ലോഭങ്ങൾ, ഇതെനിക്ക് കിട്ടിയത് വേറെ ആർക്കും കൊടുക്കില്ല എന്നുള്ള അത്യാഗ്രഹങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റേതെന്നുള്ള വളരെയധികം ഓരോ വസ്തുക്കളോടും അളവിലധികം ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ വൈരം, വെറുതെ ശത്രുതകൾ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാ? മനസ്സ് ഇവിടെ ഉള്ളത് കൊണ്ട് ആ മനസ്സിന് വേണ്ടത്ര പരിശീലനം, ആത്മാവിന്റെ മാർഗത്തിലേക്ക് നയിക്കാനുള്ള പരിശീലനം ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? മനസ്സിനെ സ്വച്ഛമാക്കി വയ്ക്കുക. ആവശ്യമില്ലാത്തതൊന്നും വലിച്ചു കയറ്റി കൊണ്ടുവരണ്ട, നിയന്ത്രിക്കണം. ആ മമതയെ ഇല്ലാതെയാക്കുക. മമത എന്ന് പറഞ്ഞാൽ എന്താണ്? മമ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ എൻ്റെ എന്നാണ് അർത്ഥം. മമതാബന്ധനം ഇല്ലാതെയാക്കണം. മമതയിലേക്കുള്ള യാത്ര, എൻ്റേത് എന്ത് കാണുമ്പോഴും ഇതൊക്കെ എൻ്റേതാണെന്നുള്ള ആ ഒരു തോന്നലിന് അറുതി വരുത്തുക. അതോടുകൂടിയിട്ട് നമുക്ക് സുഖമായിട്ടുള്ള ജീവിതം ഇവിടെ കൊണ്ടു നടക്കാൻ പറ്റും. ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, അത് ഇതേ ആശയം തന്നെയാണ് പറയണത്. ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം, എല്ലാവർക്കും കൂടി ചൊല്ലാം. നയാവതേതന്മന ആത്മലിംഗം സംസാരതാപാവപനം ജനസ്യ യച്ഛോകമോഹാമയരാഗലോഭ വൈരാനുബന്ധം മമതാം വിധത്തേ. എന്നിട്ട് ഈ ശത്രുക്കളെ ഒന്നുകൂടിയും നശിപ്പിക്കാനായിട്ടുള്ള ഒരു ആഹ്വാനം കൂടി, ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അടുത്ത ശ്ലോകം, 17ാമത്തെ ശ്ലോകം. ഭ്രാതൃവ്യമേനം തദബ്രവീര്യം ഉപേക്ഷയാധ്യേദിതമപ്രമത്ത ഗുരോർഹരേശ്ചരണോപാസനാസ്ത്രോ ജഹിവ്യളീകം സ്വയമാത്മമോക്ഷം. ഒന്നുകൂടി ചൊല്ലാം. ഭ്രാതൃവ്യമേനം തദബ്രവീര്യം ഉപേക്ഷയാധ്യേദിതമപ്രമത്ത ഗുരോർഹരേശ്ചരണോപാസനാസ്ത്രോ ജഹിവ്യളീകം സ്വയമാത്മമോക്ഷം. ഇവിടെ പറയാണ്, ഈ ശക്തി, ഈ മനസ്സിന്റെ ശക്തി എന്ന് പറയുന്നത് അടക്കാനാവാത്തതാണ്. ഭ്രാതൃവ്യം എന്ന് പറഞ്ഞാൽ അത് ശത്രുവാണ്. ഏറ്റവും നമ്മുടെ ശത്രു മനസ്സിലെ ഈ വ്യാപാരങ്ങളൊക്കെ തന്നെയാണ്. മാത്രമല്ല അദഭ്രവീര്യം എന്ന് പറഞ്ഞാല് വീര്യം കെടുത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു വശത്തു കൂടെയൊക്കെ നമ്മൾ കെടുത്തി കൊണ്ടുവരും, മറ്റേ വശത്തു കൂടെ അതിൻ്റെ വീര്യം കൂടിയും വരും. അപ്പോൾ എല്ലാ തരത്തിലുമുള്ളതായ പരിശീലനങ്ങളെ കൊണ്ട് ഏറ്റവും ശക്തമായിട്ടുള്ള വീര്യമാർന്നു നിൽക്കുന്ന ആ മനസ്സിലെ 6 ശത്രുക്കളെയും തദ്വാര മനസ്സിനെയും നിയന്ത്രിക്കൂ. ആ കാമം മുതലായിട്ടുള്ള എല്ലാ ശക്തികളെയും 6 വൈരികളെയും ഇല്ലായ്മ ചെയ്യൂ. ഉപേക്ഷിക്കൂ. എങ്ങനെ? അധ്യേദിതം, നല്ല വിദ്യാഭ്യാസം കൊണ്ട് ജ്ഞാനത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചിട്ട് ഇതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യൂ. അങ്ങനെ വന്നാൽ നമുക്ക് എന്തുണ്ടാവും? അപ്രമത്തത. പ്രമത്തന്മാരെന്ന് പറഞ്ഞാൽ അറിവില്ലാതെ നടക്കുന്നവരാണ്. പ്രകർഷേണ മത്തന്മാരാണ് പ്രമത്തന്മാർ. അപ്രമത്തന്മാരെന്ന് പറഞ്ഞാലോ അറിവോടുകൂടിയവര്. പ്രമാദം എന്ന് പറഞ്ഞാൽ തെറ്റാണ്, തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവര്. അറിവ് വന്നാൽ നമുക്ക് പ്രമാദമുണ്ടാവില്ല. അപ്രമത്തന്മാരായിട്ട് ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റും. എന്നിട്ട് ആരെയൊക്കെ ഉപാസിക്കണം? ഗുരോഹോ ഹരേഹ ചരണോപാസനാസ്ത്രോ. അതിന് ശക്തി കിട്ടണമെങ്കിൽ നമ്മൾ 2 പേരെ നല്ലവണ്ണം ആരാധിക്കണം. ഒന്ന് നമ്മുടെ ഗുരോഹോ ചരണസേവ, അതുപോലെ തന്നെ ഭഗവാൻ ശ്രീഹരിയുടെ ചരണസേവ. അത് രണ്ടും ഉണ്ടെങ്കിൽ അത് ഇതിനുള്ള ഏറ്റവും വലിയ ആയുധമാണ്, അസ്ത്ര. അതാണ് ഗുരോർ ഹരേ ചരണോപാസനാസ്ത്ര. അസ്ത്രം ചരണത്തില് ഗുരുവിൻ്റെയും ഹരിയുടെയും പാദസേവ കൊണ്ട്, ചരണാരവിന്ദങ്ങളിൽ സേവ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ആ ശക്തി, മനസ്സിൻ്റെ ബലം കൊണ്ട്, ഉപാസന കൊണ്ടുണ്ടാകുന്ന ആ ബലത്തിനെ അസ്ത്രമായിട്ടാണ് ഇവിടെ കൽപ്പിക്കുന്നത്. അങ്ങനെ
ശക്തന്മാരായിട്ട്, അസ്ത്രം കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ, ആയുധം കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവരൊക്കെ ശക്തിയുള്ളവരാണ് എന്നുള്ള തോന്നൽ വരും. നമ്മൾ കൈ വീശി നടക്കുന്ന ആൾക്കാരും കയ്യിലൊരു വടിയുള്ള ആളും കൂടി തമ്മിൽ ഇത്തിരി വ്യത്യാസമല്ലേ? ആ ആൾക്ക് ഇത്തിരി കൂടി ശക്തി ഉണ്ടെന്ന് നമുക്ക് തോന്നും. കൈ വീശി കൊടുക്കുന്നത് പോലെയല്ല വടി വീശി കിട്ടുന്നത്, നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ആയുധം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ശക്തിയുടെ സൂചകമാണ്. അപ്പോൾ നിന്റെ ആയുധം എന്താവണം രഘുഗണ? നിന്റെ ആയുധം അറിവാകണം. അതാണ് അറിവാണ് ശക്തി, ജ്ഞാനമാണ് ശക്തി എന്ന് പറയുന്നത് അവിടെ നിന്നൊക്കെയാണ്. ഇതൊക്കെയാണ് അറിവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ നമ്മളെ ആരും തോൽപ്പിക്കില്ല. അറിവിൻ്റെ ശക്തി കുറയുമ്പോഴാണ് രണ്ടാമതൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതൊന്നും നോക്കിയിട്ട് പറയാൻ എനിക്ക് അറിയില്ല, ആദ്യത്തെ ഒരു വാക്കിനുള്ള ശക്തിയല്ലോ, രണ്ടാമത്തെ ഒരു വാക്ക് പറയുമ്പോഴേക്കും ശക്തി പോയെങ്കിൽ ആ ആൾക്ക് യാതൊരു പ്രാധാന്യവും കിട്ടില്ല. ആ ശക്തി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പരിശീലനം, അനുശീലനം തന്നെയാണ് ആവശ്യം. അതിന് സത്സംഗങ്ങൾ, ഗുരുവിൻ്റെ സേവ, ഹരിയെ ആരാധിക്കൽ, ശ്രീഹരിയെ ആരാധിക്കൽ, ഇതൊക്കെ മാർഗങ്ങളാണ്. ആ അസ്ത്രത്തോട് കൂടിയിട്ട് ഹേ രാജാവേ അങ്ങ് വ്യളീകം ജഹി, സ്വയം ആത്മമോഷം വ്യളീകം ജഹി, സ്വന്തം ആത്മാവിനെ മറച്ച ആ തെറ്റിദ്ധാരണയെ, മനസ്സുണ്ടാക്കി വച്ചിരിക്കുന്നതായ മറ്റൊരു പ്രതിബിംബത്തെ, ഉള്ളതല്ല ആത്മാവിതല്ല, നമ്മൾ വേറെന്തിനെയാണ് ആത്മാവായിട്ട് ധരിച്ചു വച്ചിരിക്കുന്നത്. ആ വലിയൊരു മറവുണ്ടല്ലോ, ആ മറവിനെ ചീന്തി എറിയൂ. ഈ അസ്ത്രം പ്രയോഗിച്ചാൽ അത് മുറിയും. അപ്പോൾ അറിവാകുന്ന അസ്ത്രം പ്രയോഗിക്കുമ്പോൾ ഈ മറ നീങ്ങിയിട്ട് തത്വം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനായിട്ട് ശ്രമിക്കൂ രഘുഗണ എന്നാണ് ഇവിടെ ഭരതയോഗീശ്വരൻ രഘുഗണന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമുക്കെല്ലാവർക്കും ഇത് വലിയ പാഠമാണ്. ഞാൻ സ്വയം പഠിപ്പിച്ചു തന്നതിനേക്കാളും വലിയ പാഠങ്ങളാണ് ഇവിടെ വന്ന് പഠിപ്പിച്ചു തരുമ്പോൾ എനിക്ക് തന്നെ കിട്ടുന്നത്. അപ്പോൾ കേൾക്കുന്നവരും അതുപോലെയെങ്കിലും കുറച്ചൊക്കെയെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇരുന്ന് പറഞ്ഞു തരുമ്പോൾ ഞാൻ ഇവിടെ ഇത്രയും ദിവസം ഇവിടെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കുമല്ലോ, പഠിപ്പിക്കുമ്പോഴാണ് പഠനം അറിവ് വ്യക്തമാവുന്നത് ഇതൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ്. വെറുതെ വായിച്ചു പോകുമ്പോൾ നമുക്ക് അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. പറഞ്ഞു കൊടുക്കാറാകുമ്പോഴേക്കും നല്ല കൃത്യമായിട്ട് എൻ്റെ ഉള്ളിലെത്തിയാലേ അത് എനിക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഏതൊരു വിഷയവും അങ്ങനെയാണ്. ഏതൊരു ശാസ്ത്രമായിക്കോട്ടെ, ഏതൊരു മാനവിക വിഷയമായിക്കോട്ടെ, ഭാഷയായിക്കോട്ടെ, ഉൾക്കൊണ്ടല്ലാതെ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. അല്ലാതെ പറഞ്ഞു കൊടുക്കുന്നവരൊക്കെ ഉണ്ടാവുമായിരിക്കും. ആ ആൾക്കാർക്ക് ചിലപ്പോൾ അത്രയൊക്കെ വേണ്ടി വരുള്ളൂ, കുട്ടികൾക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ശ്രോതാക്കൾക്കും അത്രയേ വേണ്ടി വരുള്ളൂ. അതെവിടെയും തട്ടും ഇല്ല. ഉള്ളിൽ തട്ടണമെങ്കിൽ അനുഭവത്തിൽ നിന്ന് ഉള്ളിൽ കൊണ്ടുകൊണ്ട് തന്നെ പറഞ്ഞു കൊടുക്കണം. എനിക്കിത് വലിയ പാഠമായി. ഇനി ഒരു ക്ലാസ്സും കൂടി ആകുമ്പോഴേക്കും കുറേയും കൂടി മനസ്സും ഉള്ളും തെളിയും എൻ്റേതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. എന്നെ ശ്രവിച്ച ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.